നാരദൻ. തെക്കേ ഇന്ത്യ ഒരു ബാലികറ മലയാണ്. കട്ടിപ്പണി എടുത്തിട്ടും രക്ഷയില്ല. നല്ലൊരു കച്ചിത്തുരുമ്പ് കിട്ടിയേ പറ്റൂ. അപ്പോഴാണ് ദാ കിടക്കുന്നു കച്ചത്തീവ്. തന്നെ കച്ചത്തീവ് ഒന്നാം തരം കച്ചിത്തുരുമ്പ് തന്നെ. അന്ന് പുൽവാമയെങ്കിൽ ഇന്ന് കച്ചത്തീവ്. ഇത്തരം കാര്യങ്ങളൊക്കെ വന്നാൽ തമിഴൻ പ്രതികരിക്കും, വൈകാരികമായി പ്രതികരിക്കും. അത് വേണം മുതലാക്കാൻ. തമിഴ്നാട് വഴി ഒരു കാവി കോറിഡോർ തെക്കേ ഇന്ത്യയിലേക്ക്. ഇതൊക്കെ ആയിരുന്നു ഭാജപായുടെ സ്വപ്നം. തമിഴ്നാട്ടിലാണെങ്കിൽ പറ്റിയ കക്ഷി കയ്യിലുണ്ട്, അണ്ണാമലൈ. അണ്ണൻ ചുടുചോറ് വാരുന്ന കാര്യത്തിൽ കെങ്കേമനാണ്. സംഗതി പ്ലാൻ അനുസരിച്ച് നടന്നു. അണ്ണാമലൈ വിഷയം എടുത്തിട്ടു, മോദിജി അത് വ്യാഖ്യാനിച്ചു. സീനിയർ ജൂനിയർ നേതാക്കളും അണികളും അടിമകളും കോറസ് പാടി. ഇന്ത്യയുടേതാണ് കച്ചത്തീവ്. അതിനെ ശ്രീലങ്കയുടെ കയ്യിലെത്തിച്ചത് കോൺഗ്രസ് ആണ്. നെഹ്റുവും ഇന്ദിരയുമാണ്. ഇന്ത്യ മുന്നണി കളിക്കാൻ കൂടെ കൂടിയിരിക്കുന്ന പാർട്ടി അല്ലേ DMK. ആ പാർട്ടിയെയും വിട്ടില്ല. വിമർശനം പല വഴി വന്നു. വായ പോയ കോടാലി എടുത്ത് വീശിയാൽ ബൂമറാങ് പോലെ തിരിച്ചടിക്കുമെന്ന് വിദഗ്ധരൊക്കെ പറഞ്ഞതാണ്. ആര് കേൾക്കാൻ? അല്ലെങ്കിൽ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഐക്യരാഷ്ട്രസഭയും അമേരിക്കയും ജർമ്മനിയും ആംനസ്റ്റി ഇന്റർനാഷണലും ഒക്കെ ഗുണദോഷിക്കാൻ വന്നതും നാണം കെട്ട് പോയതും എല്ലാവരും കണ്ടതല്ലേ. പക്ഷേ ട്വിസ്റ്റ് അവിടെ ആയിരുന്നില്ല. ശ്രീലങ്ക തന്നെ സസ്പെൻസ് പൊട്ടിച്ചു. ഇന്ത്യ ഗവൺമെൻറ് ഔദ്യോഗികമായി തങ്ങളോട് വായ തുറന്നിട്ടില്ലെന്ന്. അതോടെ കോൺഗ്രസിൻ്റെ ഊഴമായി. 2 ടേമായിട്ട് ഭരിക്കുകയല്ലേ. അപ്പോഴൊന്നും തോന്നാത്ത ക്രിമികടി തെരഞ്ഞെടുപ്പ് വന്നപ്പോഴാണോ എന്നായി ചോദ്യം. ആ സമയത്താണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ നോമിനേഷൻ കൊടുക്കാനെത്തിയത്. കാത്തിരിക്കുകയായിരുന്നു ഭാജപ മറ്റൊരു അഡാർ ഐറ്റം. കഴിഞ്ഞ തവണ ചിലരൊക്കെ ചേർന്ന് വയനാടിനെ പാകിസ്ഥാനാക്കാനും മുസ്ലിം ലീഗ് കൊടിയെ പാകിസ്ഥാൻ്റെ കൊടിയാക്കാനും അടവൊക്കെ പയറ്റിയതാണ്. അതിൻ്റെ ഗുണം അങ്ങ് വടക്കോട്ട് കിട്ടുകയും ചെയ്തു. പക്ഷേ ഇത്തവണ കോൺഗ്രസും UDFും ആ ഏടാകൂടത്തിൽ പെട്ടില്ല. ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കുമെന്നാണല്ലോ. നോമിനേഷൻ കൊടുക്കാൻ പോകുമ്പോൾ കൊടി വേണ്ടെന്ന് തീരുമാനിച്ചു. മുസ്ലിം ലീഗിൻ്റെ കൊടിയും വേണ്ട, കോൺഗ്രസിൻ്റെ കൊടിയും വേണ്ട. ഇനി എന്ത് ചെയ്യുമെന്ന് കാണട്ടെ. അതോടെ കഥ മാറി. BJPയുടെ മനക്കോട്ട പൊട്ടി. കോൺഗ്രസും ഘടകകക്ഷിയും സ്വന്തം കൊടി പോലും ഉപേക്ഷിച്ചെന്നുള്ള ആക്ഷേപമായി. അത്ര തന്നെ എന്ന് കരുതി ഭാജപായ്ക്ക് ഇതൊന്നും കീറാമുട്ടികളല്ല. ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാരസ്മരണ, EVM, ആ ദൈവം അവിടെ തന്നെ ഉണ്ടല്ലോ. സത്യത്തിൽ ഇതിലൊന്നുമല്ല നാരദന് കൗതുകം. കൊടിക്കാര്യത്തിൽ അണ്ണൻ തമ്പി ആഞ്ഞടിച്ചപ്പോൾ അനിയൻ തമ്പി പിന്നാലെ കൂടിയത് കണ്ടില്ലേ. കേരളത്തിലെ CPMൻ്റെയും LDFൻ്റെയും കാര്യം തന്നെയാണ് പറഞ്ഞത്. അതാണ് റിയൽ കേരള സ്റ്റോറി. സംഗതി ഇന്ത്യ മുന്നണി എന്നൊക്കെ പറഞ്ഞാലും ആത്യന്തികമായി ലക്ഷ്യം മറ്റത് തന്നെ. മകൻ ചത്താലും വേണ്ടില്ല, മരുമകളുടെ കണ്ണീര് കണ്ടാൽ മതി. നാരദൻ.